സംസ്ഥാനം കടക്കെണിയിലാണെന്ന് ചിലർ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം 26% നിന്നും 73% ഉയർന്നതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനായുള്ള ഭൂപതിവ് ചട്ട ഭേദഗതി ഉടൻ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇടുക്കി നെടുങ്കണ്ടത്ത് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ ആമുഖപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളം പിന്നോട്ടല്ല മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രസംഗം. തനതു വരുമാനത്തിലും തനതു നികുതി വരുമാനത്തിലും വലിയ വർധനവാണ് ഇടതു ഭരണകാലത്തുണ്ടായത്. സംസ്ഥാനത്തിൻ്റെ ആകെ വരുമാനം 55,000 കോടിയായിരുന്നത് 1,04,000 കോടിയായി വർദ്ധിച്ചു. കേരളമെങ്കിലും കടക്കെണിയിലാണെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 3 വർഷത്തെ തനത് നികുതി വരുമാനമെടുത്താൽ അതിലും വലിയ വർധനവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. 3 വർഷം മുൻപ് 47,000 കോടി രൂപയായിരുന്നു. 47,000-ൽ നിന്ന് ഇപ്പോൾ 81,000 കോടിയിലേക്ക് വളർന്നു. 3 വർഷക്കാലയളവിലുണ്ടായ വളർച്ചയാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനായാണ് ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തത്. തുടർ നടപടികളുടെ ഭാഗമായി 2 ചട്ടങ്ങൾ ഉടൻ ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പുതിയ ഭേദഗതി പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ 2024 ജൂൺ 7 വരെയുള്ള പട്ടയ വ്യവസ്ഥകളുടെ ലംഘനം ക്രമീകരിക്കാൻ സാധിക്കും. വലിയ പ്രശ്നമായി നിലനിൽക്കുന്നൊരു കാര്യമാണ്. അപ്പം ക്രമീകരിക്കാൻ കഴിയുമെന്നതാണ് ഈ നിയമഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ള 500ഓളം പേരാണ് മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടിക്ക് എത്തിയത്. ക്ഷണിതാക്കളായി എത്തിയവർ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിയുമായി പങ്കുവച്ചു. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, വി.എൻ. വാസവൻ, എം.എൽ.എമാരായ എം.എം. മണി, എ. രാജ, വാഴൂർ സോമൻ, മറ്റ് ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.